പ്രിയപ്പെട്ടവരെ, നമ്മെ ഏവരെയും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നത്. പവിത്രമായ മദ്രസ അധ്യാപന രംഗത്തിരുന്ന് ആൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയ ഒരു അധ്യാപകൻ MK മുഹമ്മദ് എന്നയാൾ ഒടുവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. കേവലം 1-2 കേസുകളല്ല, സംസ്ഥാനത്തെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വ്യക്തിക്കെതിരെ 20ഓളം പോക്സോ കേസുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അജ്മീറിലേക്കും അവിടെ നിന്ന് ബീഹാറിലേക്കും കടന്ന് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് വളാഞ്ചേരി പോലീസ് സാഹസികമായി ഈ പ്രതിയെ പിടികൂടുന്നത്. കേരളത്തിൽ ഒരു പ്രതിക്കെതിരെ ഇത്രയധികം പോക്സോ കേസുകൾ വരുന്നത് ഇതാദ്യമാണ്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി 20ഓളം കുട്ടികളെയാണ് ഇയാൾ ക്രൂരമായി ചൂഷണം ചെയ്തത്. വളാഞ്ചേരി പോലീസിൽ 14 കേസുകളും, താനൂരിൽ 4, കാസർഗോഡ് ബേക്കൽ സ്റ്റേഷനിൽ 2 കേസുകളുമാണ് നിലവിൽ ഇയാൾക്കെതിരെയുള്ളത്. കുട്ടികളെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വർഷങ്ങളായി ഇയാൾ ഈ ക്രൂരത തുടരുകയായിരുന്നു. ഭയം കാരണം കുട്ടികൾ പുറത്തു പറയാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പോലും പോലീസിന് സംശയമുണ്ട്. പവിത്രമായ മദ്രസകളെയും അധ്യാപനത്തെയും ഇത്തരത്തിൽ കരി തേച്ച് കാണിക്കുന്ന കുറ്റവാളികൾക്ക് നേരെ നിയമത്തിൻ്റെ ഏറ്റവും ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണം. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട, ചർച്ച ചെയ്യേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയുടെ പേരോ അദ്ദേഹത്തിൻ്റെ വേഷമോ കണ്ട് ആ സമൂഹത്തെ ആകെ, അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഉസ്താദുമാരെയും ഒരേ കണ്ണോടെ കാണാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് നന്മയും അച്ചടക്കവും പകർന്നു നൽകുന്ന തുച്ഛമായ ശമ്പളത്തിന് ജീവിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട ഉസ്താദുമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ അവരെല്ലാം മോശക്കാരായി ചിത്രീകരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതിലും ഭീകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ, വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിലോ, കുടുംബ വഴക്കുകളുടെ പേരിലോ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് തർക്കങ്ങളുടെ പേരിലോ ഒരു തെറ്റും ചെയ്യാത്ത പാവം ഉസ്താദുമാരെ ഇത്തരത്തിൽ വ്യാജ പോക്സോ കേസുകളിൽ കുടുക്കി ജീവിതം തകർത്ത നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരികയും പിന്നീട് കോടതി നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുമ്പോഴും സമൂഹത്തിൽ അവരുടെ അന്തസ്സും കുടുംബവും തകർന്നു പോവുകയും ചെയ്ത എത്രയോ ഉസ്താദുമാരുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. ഒരു ആരോപണം വരുമ്പോഴേക്കും മാധ്യമ വിചാരണ നടത്തി അവരെ ക്രൂശിക്കുന്നവർ അവർ നിരപരാധികളാണെന്ന് തെളിയുമ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറ്റവാളിക്ക് മതമോ വേഷമോ ഇല്ല. തെറ്റ് ചെയ്തവൻ ആരായാലും, അവൻ ഉസ്താദായാലും മറ്റാരായാലും, നിയമത്തിന് മുന്നിൽ വരികയും അർഹിച്ച ശിക്ഷ ഏറ്റുവാങ്ങുകയും വേണം. എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയാകെ അപമാനിക്കാനോ വ്യക്തിവൈരാഗ്യം തീർക്കാനോ നിരപരാധികളായ ഉസ്താദുമാർക്കെതിരെ വ്യാജ കേസുകൾ ചമയ്ക്കാനോ ആരെയും അനുവദിക്കരുത്. കുറ്റവാളികളെ തിരിച്ചറിയാം, എന്നാൽ നിരപരാധികളെ വേട്ടയാടാതിരിക്കാൻ ജാഗ്രത പുലർത്തണം നമ്മൾ.